സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്തരുതെന്ന പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് പിന്നിൽ ഒരു മലയാളിയുടെ ഇടപെടലുണ്ട്. തിരുവനന്തപുരം വലിയശാല സ്വദേശി പരമേശ്വരൻ കൃഷ്ണയ്യർ 2024 ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയാണ് പെറ്റീഷൻസ് കമ്മിറ്റി പരിഗണിച്ചത്. സ്വന്തം കമ്പനിയിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് പരാതി അയക്കാൻ പരമേശ്വരനെ പ്രേരിപ്പിച്ചത്. ഇവിടെ ATM ഉണ്ട്, ഇവിടെ നിന്ന് എടുത്താലോ പൈസ? ഇവിടെ നിന്ന് എടുക്കാം. അജ്മലേറെ കാശെടു, ഞാൻ പുറത്തേക്കാം. കാശെടുത്താ? ഓ, എടുത്ത്. ഇതൂടെ കഴിഞ്ഞ് ഇനി മിനിമം ബാലൻസ് ഇല്ല, ബാങ്കുകാർ ഫൈൻ പിടിക്കുമെന്നാ തോന്നുന്നത്. അതൊക്കെ പണ്ടാ. ഇപ്പൊ പല ബാങ്കുകാരും ആ പരിപാടി നിർത്തി. ബാക്കിയുള്ളവർ ഉടനെ നിർത്തും. നിർത്തിയാ എല്ലാവർക്കും കൊള്ളാം. ഈ ബാങ്കുകളെ കൊണ്ടൊക്കെ ഈ പിഴ ഈടാക്കുന്നത് നിർത്തിച്ചതിന് പിന്നില് നമ്മുടെ നാട്ടുകാരുടെ ഒരു ഇടപെടലുണ്ട്. പരമേശ്വരൻ കൃഷ്ണയ്യർ ബാംഗ്ലൂരിൽ നടത്തുന്ന ബാംബു പെക്കർ കമ്പനിയിലെ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടുനിൽക്കാൻ പരമേശ്വരന് കഴിഞ്ഞില്ല. മിനിമം ബാലൻസ് നമുക്ക് ഒരു മാസത്തിൽ 1-2 ദിവസങ്ങളൊക്കെ ആയിരിക്കും മിനിമം ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് സാലറി കൊടുക്കുമ്പോൾ ഈ ആദ്യത്തെ ഒരു 5-ാം തീയതി 6-ാം തീയതി സാലറി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 10-20 ദിവസം ഇവരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടാവില്ല. അപ്പൊ അടുത്ത മാസം സാലറി വരുമ്പോൾ അതിന്റെ ഒരു മേജർ പോർഷൻ ഈ മിനിമം ബാലൻസിന് കട്ട് ചെയ്യായിരുന്നു ബാങ്ക്. 2024 പരാതി നൽകിയത് ലോക്സഭാ സ്പീക്കർക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും. പരാതി പഠിച്ച പാർലമെന്ററി പെറ്റീഷൻസ് കമ്മിറ്റി മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ ബാങ്കുകൾ ഒഴിവാക്കണമെന്ന് ശുപാർശ ചെയ്തു. ഡെമോക്രസിയിൽ നമ്മുടെ വോയിസിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന്റെ മെറിറ്റിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം നമ്മൾ റോങ് ഡോറിൽ കംപ്ലൈന്റ് ചെയ്യും. അത് നമ്മൾ ആരാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ലെവലിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഏത് വിഷയത്തിനും പോയി കഴിഞ്ഞാൽ അതിന് മെറിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമായി. 2020 മിനിമം ബാലൻസ് നിബന്ധന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞിരുന്നു. പരമേശ്വരന്റെ പരാതി പഠിച്ച പെറ്റീഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ധനമന്ത്രാലയം ജൂണിൽ കത്തയച്ചതോടെ ചില പൊതുമേഖലാ ബാങ്കുകൾ കൂടി പിഴ നിർത്തലാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരാണവർ. പക്ഷേ സ്വകാര്യ ബാങ്കുകൾ പിഴ തുടരുകയാണ്. 2024-25 മാത്രം 4817 കോടി രൂപയാണ് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ ഈ ഇനത്തിൽ ഈടാക്കിയത്. ബാങ്കുകൾ പിഴ ഒഴിവാക്കുന്നതിനായി ധനമന്ത്രാലയം, റിസർവ് ബാങ്കും മാർഗരേഖ പരിഗണിക്കണമെന്നും പെറ്റീഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. പിഴ ചുമത്തപ്പെട്ടവർ കൂടുതലും ദരിദ്രരാണ്. ചെറിയ നിക്ഷേപങ്ങൾക്ക് ഒരു മാസം ലഭിക്കുന്ന പലിശയേക്കാൾ കൂടുതലാണ് പിഴ. പിഴ ഒഴിവാക്കി അക്കൗണ്ടിൽ ഉയർന്ന ബാലൻസ് ഉറപ്പാക്കുന്നതിനു വേണ്ടി ബാങ്കുകൾ മറ്റു പോംവഴികൾ സ്വീകരിക്കട്ടെ. ശ്യാമിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.